നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര വന്യജീവി നിയമ ഭേദഗതിയുമായി സംസ്ഥാന സർക്കാർ. ബില്ല് നാളെ മന്ത്രിസഭ ചർച്ച ചെയ്യും. ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിന് കളക്ടർക്ക് ശുപാർശ ചെയ്യുന്നതിനടക്കം ലക്ഷ്യമിട്ട നിയമസഭാ ഭേദഗതി. CPI സംസ്ഥാന കൗൺസിൽ ഇടുക്കിയിൽ നിന്നും 6 പേർ. CU ജോയ്, VR ശശി എന്നിവർ പുതുതായി സംസ്ഥാന കൗൺസിലിൽ. മുതിർന്ന നേതാവ് KK ശിവരാമനെ സംസ്ഥാന കൗൺസിലിൽ നിന്നും ഒഴിവാക്കി. ജില്ലയിൽ എക്സൈസ് വകുപ്പ് നടത്തിയ ഓണം സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിൽ രജിസ്റ്റർ ചെയ്തത് 158 NDPS കേസുകൾ, 135 അബ്കാരി കേസുകൾ, 9.728 കിലോഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. KECB രാജകുമാരി സബ്സ്റ്റേഷൻ പദ്ധതിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റി. പ്രതിഷേധം രാജകുമാരിയിലെ KECB ഓഫീസിന്റെ നിർമ്മാണം ആരംഭിക്കാത്തതിൽ. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര വന്യജീവി നിയമ ഭേദഗതിയുമായി സംസ്ഥാന സർക്കാർ. ബില്ല് നാളെ മന്ത്രിസഭ ചർച്ച ചെയ്യും. ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിന് കളക്ടർക്ക് ശുപാർശ ചെയ്യുന്നതിനും നാടൻ കുരങ്ങുകളെ അതിസംരക്ഷിത പട്ടികയിൽ നിന്നും മാറ്റുന്നതടക്കമുള്ള നിയമ ഭേദഗതിയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. അതേ ബില്ല് പാസ്സായാലും രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുമോ എന്ന കാര്യവും പ്രധാനമാണ്. നാളത്തെ മന്ത്രിസഭാ യോഗമാണ് ബില്ല് പരിഗണിക്കുക. ബില്ലുകളിൽ മന്ത്രിസഭയുടേതാണ് അന്തിമ നിലപാടെന്നാണ് സർക്കാർ നിലപാട്. നിയമപ്രശ്നങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് നിയമവകുപ്പായതിനാൽ ചീഫ് സെക്രട്ടറിയുടെ സംശയങ്ങൾ മന്ത്രിസഭ തള്ളാനാണ് സാധ്യത. നിയമവകുപ്പാണ് ബില്ല് തയ്യാറാക്കിയത്. ജനവാസ കേന്ദ്രങ്ങളിലെത്തി മനുഷ്യരെ മുറിവേൽപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്ന വന്യജീവികളെ വെടിവെച്ചു കൊല്ലുവാൻ ശുപാർശ ചെയ്യുവാനുള്ള അധികാരം കളക്ടർക്ക് കൂടി നൽകും. നാടൻ കുരങ്ങുകളെ അതിസംരക്ഷണ പ്രാധാന്യമുള്ള ഷെഡ്യൂൾ 1 നിന്ന് 2 മാറ്റാനുള്ള അധികാരവും സംസ്ഥാനത്തിനാകും. ഷെഡ്യൂൾ 2 വരുന്ന നാടൻ കുരങ്ങുകളെയും കാട്ടുപന്നികളെയും ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കുവാനുള്ള അധികാരവും സംസ്ഥാനം എടുക്കും. വിദഗ്ധ സമിതിയുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ 6 മാസത്തേക്കാണ് ഒരു ജീവിവർഗത്തെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുക. ഇത്തരം ജീവികളെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ചുമതലപ്പെടുത്തുന്ന ആർക്കും വെടിവെച്ചു കൊല്ലാം. കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായ ഭേദഗതികൾ വരുത്താനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ആദ്യമായാണ് ഒരു സംസ്ഥാനം ഈ നിയമം ഭേദഗതി ചെയ്യുന്നത്. നിയമസഭ പാസാക്കിയാലും രാഷ്ട്രപതിയുടെ അംഗീകാരം വേണം. അത് ലഭിക്കുമോ എന്നതിൽ ഉറപ്പില്ല. എങ്കിലും മലയോര മേഖലയിലെ ഗുരുതര പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിയമനിർമ്മാണത്തിന് ശ്രമിച്ചതിന്റെ രാഷ്ട്രീയ നേട്ടമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് വിലയിരുത്തുന്നു. ബില്ലിൽ ജനവാസ കേന്ദ്രം, സ്വയം പ്രതിരോധം എന്നിവയെ നിർവചിച്ചത് പര്യാപ്തമല്ലെന്ന് ചീഫ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയതായാണ് സൂചന. എന്നാൽ ഇത്തരം സംശയങ്ങൾ ഉന്നയിച്ച ബില്ല് വൈകിപ്പിക്കുന്നു എന്നാണ് മന്ത്രിമാരുടെ ആരോപണം. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതിക്കായി ഒരുങ്ങുമ്പോൾ നിർദ്ദേശങ്ങൾ സമർപ്പിച്ച അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റി മനുഷ്യ വന്യജീവി സംഘർഷം എന്നത് മാറ്റി വന്യജീവി ആക്രമണം എന്നാക്കുക അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നതെന്ന് കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം എന്ന നിർവചനം മാറ്റി വന്യജീവി ആക്രമണം എന്നാക്കി മാറ്റണം. കാരണം മനുഷ്യർ കാട്ടിൽ പോയി വന്യജീവിയെ ആക്രമിക്കുന്നില്ല. കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യജീവിയാണ് ജനങ്ങളെ ആക്രമിക്കുകയും കൊല്ലുകയും അവരുടെ കൃഷിദേഹങ്ങളും വീടുകളും വസ്തുക്കളും എല്ലാം നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് വന്യജീവി ആക്രമണം എന്നാക്കി മാറ്റണമെന്നതാണ് ഞങ്ങളുടെ ആദ്യത്തെ നിർദ്ദേശം. വന്യജീവികളെ വനത്തിലാകെ വ്യാപകമായി വിടാതെ വന്യജീവികൾക്ക് പ്രത്യേക സങ്കേതങ്ങൾ ഉണ്ടാക്കി അവിടെ അവയെ പാർപ്പിക്കണം. അവയ്ക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും അവിടെ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം അധികാരികൾ നിർവഹിക്കണം. രണ്ടാമത് വനം വേറെ തിരിക്കണം. വനത്തിന് വേറെ ആവശ്യങ്ങളുണ്ട്. അപ്പം വനം വേറെ തിരിക്കണം. മൂന്നാമത് ജനവാസ മേഖലയെ വേറെ. ജനവാസ മേഖലയും വനമേഖലയും തമ്മിലുള്ള അതിർത്തി അത് 16,824 കിലോമീറ്ററാണ്. അവിടെ ആകെ മുള്ളുവൃക്ഷങ്ങൾ അടക്കമുള്ളവ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് വലിയ വേലികൾ കെട്ടണം, ഫെൻസിങ്ങുകൾ ഉണ്ടാക്കണം. CPI സംസ്ഥാന കൗൺസിൽ ഇടുക്കിയിൽ നിന്നും 6 പേർ. ഇതിൽ 2 പുതുമുഖങ്ങളും. CU ജോയ്, VR ശശി എന്നിവരാണ് പുതുതായി സംസ്ഥാന കൗൺസിലിൽ എത്തിയത്. മുതിർന്ന നേതാവ് KK ശിവരാമനെ സംസ്ഥാന കൗൺസിലിൽ നിന്നും ഒഴിവാക്കി. ജില്ലാ സെക്രട്ടറി K സലിംകുമാർ, MY ഔസേപ്പ്, ജോസ് ഫിലിപ്പ്, ജയാമധു എന്നിവരെ സംസ്ഥാന കൗൺസിലിൽ നിലനിർത്തി. ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി.
ആലപ്പുഴയിൽ നടന്ന CPI സംസ്ഥാന സമ്മേളനത്തിലാണ് പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ്. ഉടുമ്പൻചോലയിൽ നിന്നുള്ള VK ധനപാലനെയും CPI മുതിർന്ന നേതാവും മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന KK ശിവരാമനെയും സംസ്ഥാന കൗൺസിലിൽ നിന്നും ഒഴിവാക്കി. ES ബിജിമോളും ഇത്തവണയും സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെട്ടില്ല. അതേസമയം 2 പുതുമുഖങ്ങളാണ് ഇടുക്കിയിൽ നിന്നും സംസ്ഥാന കൗൺസിലിൽ എത്തിയത്. CPI മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി CU ജോയി, കട്ടപ്പനയിൽ നിന്നുള്ള VR ശശി എന്നിവർ പുതിയതായി കമ്മിറ്റിയിലെത്തി. മുൻപ് കമ്മിറ്റിയിലുണ്ടായിരുന്ന K സലിംകുമാർ, MY ഔസേപ്പ, ജോസ് ഫിലിപ്പ്, ജയാമധു എന്നിവരെ സംസ്ഥാന കൗൺസിലിൽ നിലനിർത്തി. നിലവിൽ 6 അംഗങ്ങളാണ് ഇടുക്കി ജില്ലയിൽ നിന്നും സംസ്ഥാന കൗൺസിലിലേക്ക് എത്തിയത്. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വജ്രക്കല്ലുകൾ പതിപ്പിച്ച മോതിരം രാജാക്കാടിന്റെ മണ്ണിൽ എത്തി. ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ മോതിരം കാണുവാനും ഫോട്ടോ എടുക്കുവാനും അവസരമൊരുക്കിയിരിക്കുന്നത് രാജാക്കാട് ബെന്നീസ് ജ്വല്ലറിയാണ്. ഈ മാസം 16-ാം തീയതി വരെയാണ് ബെന്നീസ് ജ്വല്ലറിയുടെ നേതൃത്വത്തിൽ ഡയമണ്ട് ഗിന്നസ് റിംഗ് എക്സിബിഷൻ ഒരുക്കിയിരിക്കുന്നത്. എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാജാക്കാട് യൂണിറ്റ് പ്രസിഡന്റ് VS ബിജു നിർവഹിച്ചു. ലോകത്ത് ഏറ്റവും കൂടുതൽ വജ്രക്കല്ലുകൾ പതിപ്പിച്ച മോതിരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഡ്വാ ഡയമണ്ടിന്റെ മോതിരം ആദ്യമായിട്ടാണ് ഹൈറേഞ്ചിന്റെ മണ്ണിലേക്ക് എത്തുന്നത്. രാജാക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബെന്നീസ് ജ്വല്ലറിയാണ് ഇതിന് അവസരമൊരുക്കിയിരിക്കുന്നത്. മലപ്പുറത്ത് രൂപകൽപ്പന ചെയ്ത മോതിരം ഗിന്നസ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് തുടങ്ങിയ ബഹുമതികൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. 24,679 പ്രകൃതിദത്ത വജ്രക്കല്ലുകൾ പതിപ്പിച്ച മോതിരം പിങ്ക് ഓയിസ്റ്റർ കോണിന്റെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദി ടച്ച് ഓഫ് ആമി എന്ന നാമകരണം ചെയ്തിരിക്കുന്ന വജ്രമോതിരത്തിന് 340 ഗ്രാം ഭാരമാണ് ഉള്ളത്. സൈനർ റിജിഷയുടെ നേതൃത്വത്തിൽ 90 ദിവസം കൊണ്ടാണ് മോതിരം രൂപകൽപ്പന ചെയ്തത്. 41 ഇതളുകൾ വരുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന വജ്രമോതിരം ഇതളുകൾ അടർത്തി മാറ്റാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മോതിരം കാണുവാനും മോതിരത്തിന്റെ മാതൃകയിലുള്ള ആഭരണങ്ങൾ വാങ്ങുവാനും ബെന്നീസ് ജ്വല്ലറി അവസരമൊരുക്കിയിട്ടുണ്ട്. ഇതിനായി ഈ മാസം 16-ാം തീയതി വരെ ഡയമണ്ട് ഗിന്നസ് റിംഗ് എക്സിബിഷനും സെൽഫി കണ്ടൻസ്റ്റും കൂപ്പൺ നറുക്കെടുപ്പും ഒരുക്കിയിട്ടുള്ളതായി ബെന്നീസ് ജ്വല്ലറി അധികൃതർ അറിയിച്ചു. ഒരു ഡയമണ്ട് റിംഗ് അതിൽ നിന്ന് കിട്ടും. അതുകൂടാതെ ഈ റിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു സെൽഫി എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ഞങ്ങളുടെ അക്കൗണ്ട് ടാഗ് ചെയ്യുകയും ചെയ്താൽ അതിൽ നിന്ന് നറുക്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ കൊടുക്കുന്നതായിരിക്കും. ഇങ്ങനെ 2 സമ്മാനങ്ങൾ ഇതോടുകൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ന് 12-ാം തീയതി മുതൽ 16-ാം തീയതി വരെയാണ് ഈ എക്സിബിഷൻ നടക്കുന്നത്. ഇത് ഗിന്നസ് റിംഗ് ഇത് നമുക്ക് ഇവിടെ കാണാൻ പോലും കിട്ടുക എന്നുള്ളത് വളരെ അനുഗ്രഹമായ കാര്യമാണ്. ജുവലറിയിൽ ഒരുക്കിയിരിക്കുന്ന ഡയമണ്ട് ഗിന്നസ് റിംഗ് എക്സിബിഷൻ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാജാക്കാട് യൂണിറ്റ് പ്രസിഡന്റ് VS ബിജു നിർവഹിച്ചു. സ്വയമായിട്ട് ഡയമണ്ട് ഉണ്ട്. ഡയമണ്ടിൻ്റെ ഒരു ഭാഗം ബെന്നിച്ചേട്ടൻ 1 വർഷം മുമ്പ് തന്നെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഗിന്നസ് വേൾഡ് ഓഫ് റെക്കോർഡ് നേടിയ ആ റിങ് ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അത് തന്നെ നമുക്ക് ഹൈറേഞ്ച് നിവാസികൾക്ക് വലിയൊരു അനുഭവം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രദേശത്തേക്ക് ഇതൊക്കെ പോയി ഒന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്രായോഗികമായ ഒരു കാര്യമാണ് മറ്റു സ്ഥലങ്ങളിൽ പോയി കാണാനായിട്ട്. എന്നാൽ നമ്മുടെ പ്രദേശത്ത് തന്നെ അത് കൊണ്ടുവന്ന് നമുക്ക് ആളുകൾക്ക് കാണാനും അതോടൊപ്പം തന്നെ സെൽഫി എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാജാക്കാട് യൂണിറ്റ് സെക്രട്ടറി സജിമോൻ കോട്ടയ്ക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കിങ്ങിണി രാജേന്ദ്രൻ, വ്യാപാരി പ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹിക പ്രതിനിധികൾ, മാധ്യമ പ്രവർത്തകർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. എക്സിബിഷനിൽ പങ്കെടുക്കുവാനും ഫോട്ടോ എടുക്കുവാനും നിരവധി ആളുകളാണ് രാജാക്കാട് ബെന്നീസ് ജ്വല്ലറിയിലേക്ക് എത്തുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്. ജില്ലയിൽ എക്സൈസ് വകുപ്പ് നടത്തിയ ഓണം സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിൽ രജിസ്റ്റർ ചെയ്തത് 158 NDPS കേസുകൾ. കഞ്ചാവ്, ലഹരിമരുന്ന് എന്നിവയുമായി ബന്ധപ്പെട്ടവയാണിവ.
135 അബ്കാരി കേസുകളും എക്സൈസ് വകുപ്പ് കണ്ടെത്തി. 9.728 കിലോഗ്രാം കഞ്ചാവാണ് ഈ സ്പെഷ്യൽ ഡ്രൈവിന്റെ കാലയളവിൽ പിടിച്ചെടുത്തത്. ഓണക്കാലത്തെ വ്യാജമദ്യവും ലഹരി വസ്തുക്കളുടെ കടത്തും വിപണനവും തടയാൻ ലക്ഷ്യമിട്ട് ഓഗസ്റ്റ് 4 മുതൽ സെപ്റ്റംബർ 9 വരെയായിരുന്നു എക്സൈസിന്റെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് നടന്നത്. ഇതിന്റെ ഭാഗമായി ചെക്ക് പോസ്റ്റുകൾ, വാറ്റിന് സാധ്യതയേറിയ മലയോര വനമേഖലകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം എക്സൈസ് പരിശോധനകളും നിരീക്ഷണവും ശക്തമാക്കിയിരുന്നു. പോലീസ്, ഫോറസ്റ്റ്, റവന്യൂ തുടങ്ങി മറ്റു വകുപ്പുകളുമായി ചേർന്നും പരിശോധനകൾ നടന്നു. ജില്ലയിൽ എക്സൈസ് വകുപ്പ് നടത്തിയ ഓണം സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിൽ രജിസ്റ്റർ ചെയ്തത് 158 NDPS കേസുകളാണ്. കഞ്ചാവ്, ലഹരിമരുന്ന് എന്നിവയുമായി ബന്ധപ്പെട്ട ഇവയാണിവ. 135 അബ്കാരി കേസുകളും എക്സൈസ് വകുപ്പ് കണ്ടെത്തി. 9.728 കിലോഗ്രാം കഞ്ചാവാണ് ഈ സ്പെഷ്യൽ ഡ്രൈവിന്റെ കാലയളവിൽ പിടിച്ചെടുത്തത്. NDPS കേസുകളിൽ 160 പേരെയും അബ്കാരി കേസുകളിൽ 129 പേരെയും അറസ്റ്റ് ചെയ്തു. ആകെ 1055 പരിശോധനകൾ നടത്തി. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന, ഉപയോഗം, പൊതുസ്ഥലത്തെ പുകവലി എന്നിവയുമായി ബന്ധപ്പെട്ട് 1075 കോട്ട്പ കേസുകളും രജിസ്റ്റർ ചെയ്തു. 595 ലിറ്റർ കോട, 38.4 ലിറ്റർ ചാരായം, 414.9 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, 1.165 ഗ്രാം MDMA, 17 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ, 7 വാഹനങ്ങൾ എന്നിവയും സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പിടിച്ചെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. KSEB രാജകുമാരി സബ്സ്റ്റേഷൻ പദ്ധതിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റി. രാജകുമാരിയിലെ KSEB ഓഫീസിന്റെ നിർമ്മാണം ഇതുവരെ ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദ്ധതിയുടെ തറക്കല്ലിൽ റീത്ത് സമർപ്പിച്ചു. ഏറെ കൊട്ടിഘോഷിച്ച് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച രാജകുമാരിയിലെ KSEB ഓഫീസിന്റെ നിർമ്മാണം ഇതുവരെ ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തറക്കല്ലിൽ റീത്ത് വെച്ചു. രാജകുമാരി ദേവമാതാ പള്ളിക്ക് സമീപം രാജകുമാരി പഞ്ചായത്ത് വിട്ടു നൽകിയ 10 സെന്റ് സ്ഥലത്ത് 2021 ഫെബ്രുവരിയിലാണ് അന്നത്തെ വൈദ്യുതി മന്ത്രി MM മണി പുതിയ KSEB സെക്ഷൻ ഓഫീസിന് തറക്കല്ലിട്ടത്. വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന KSEB ഓഫീസ് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റുവാൻ കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു അധികൃതർക്ക്. ഭൂമി വിട്ടു നൽകുന്നതിന് ഉൾപ്പെടെയുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ പഞ്ചായത്തിന്റെ ഭൂമി മറ്റൊരു വകുപ്പിന് വിട്ടു നൽകുന്നതിൽ നിയമതടസ്സമുണ്ടെന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. ഇതോടെ KSEB ഓഫീസിന് നിർമ്മാണം പ്രതിസന്ധിയിലായി. പഞ്ചായത്തും വൈദ്യുത വകുപ്പും നാട്ടുകാരെ പറഞ്ഞു പറ്റിച്ചതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി MM മണി സ്ഥാപിച്ച തറക്കല്ലിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചത്. കാലാകാലങ്ങളിൽ വരുന്ന എല്ലാ ഗവൺമെൻറ്റും ഇത്രയും 10-25 വർഷത്തോളം MLA ആയിരുന്നത് എല്ലാം അവരുടെ LDFന്റെ MLAമാരായിരുന്നു. പക്ഷേ രാജകുമാരിക്ക് ഒരു വികസനം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും, ഏത് രീതിയിൽ മലയോര ഹൈവേ വന്നാലും, ഏത് റോഡ്, ഒരു ഹൈവേ വന്നാലും, ഒരു റോഡ് പോലും രാജകുമാരിയെ ടച്ച് ചെയ്യാൻ ആദ്യ വികസനത്തിന് വേണ്ടി ഉണ്ടായിട്ടില്ല. രാജകുമാരി മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ട്, ബോസ് പുത്തയത്ത്, ജോസ് കണ്ടത്തിൻകര, സുനിൽ വാരിക്കാട്ട്, ജിഷ ജോർജ്, അമൽ ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജകുമാരി. മറയൂരിൽ വാഹനാപകടത്തിൽ 3 പേർക്ക് ഗുരുതര പരിക്ക്. വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ട്രാവലർ മറിഞ്ഞാണ് അപകടം സംഭവിച്ചത്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയായിരുന്നു അപകടം നടന്നത്. കടയ്ക്കലിൽ നിന്നും മറയൂരിലേക്ക് എത്തിയ വിനോദസഞ്ചാരികളുടെ ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത്. മറയൂർ മൂന്നാർ റോഡിൽ പുളിക്കരവലിയിൽ വെച്ച് വാഹനം പാതയോരത്തേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ 3 പേർക്ക് ഗുരുതര പരിക്ക് സംഭവിച്ചു. പരിക്കേറ്റ ഇവരെ ഉടൻ മറയൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് വിധേയരാക്കി. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റാശുപത്രിയിലേക്ക് മാറ്റി. വാഹനത്തിൽ 16 പേർ ഉണ്ടായിരുന്നതായാണ് വിവരം. മറ്റു വാഹനയാത്രികർക്കും പരിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആരുടെയും പരിക്ക് ഗുരുതരമല്ല. സിറ്റി വിഷൻ, മറയൂർ. ഇനി ചെറിയൊരിടവേള.
ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി രാമക്കൽമേട്ടിനും കാറ്റാടിപ്പാലത്തിനും ഇടയിലുള്ള തൂക്കുപാലത്ത് സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇന്നിലാണ്. സാൻവിക ഇന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരേ സമയം 1000-ൽ പരം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഈ ഒരു ഓഡിറ്റോറിയം ആണ്. നമുക്കൊരു ഗ്രൂപ്പ് ഇവന്റോ ഡെസ്റ്റിനേഷൻ മാരേജ് ഫംഗ്ഷനോ ഒക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹാള് അതിന് പറ്റിയ ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇനി പേഴ്സണൽ ഫംഗ്ഷൻസ് ഒക്കെ മാറ്റി പ്രൊഫഷണൽ ഓർ ഒഫീഷ്യൽ പ്രോഗ്രാംസിനായിട്ടൊരു പ്ലേസ് ആണ് നോക്കുന്നതെങ്കിൽ ലൈക്ക് ബോർഡ് മീറ്റിംഗ്, ആനുവൽ മീറ്റിംഗ്, പ്രസന്റേഷൻ ഇതൊക്കെ നടത്താൻ പറ്റിയ വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഈ കാണുന്ന ഒരു മീറ്റിംഗ് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി സ്റ്റേക്കേഷൻ നോക്കുന്നവർക്കാണെങ്കിൽ റൂംസിന്റെ കാര്യത്തിലും ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഡിഫറെന്റ് കാറ്റഗറി ഓഫ് റൂംസ് സാൻവിക്കയിൽ അവൈലബിൾ ആണ്. ഡീലക്സ് റൂം ആണെങ്കിലും ഹണിമൂൺ കപ്പിൾസിന് സ്പെഷ്യൽ റൂം, ഇനി അതല്ല ഒരു ഫാമിലിക്ക് ആയിട്ടാണെങ്കിൽ നല്ല ജാക്കൂസിയും നല്ല വ്യൂ വരുന്ന ബാൽക്കണിയും ഒക്കെയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സ്യൂട്ട് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി എന്റർടൈൻമെന്റ് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും നോ കോംപ്രമൈസ്. യെസ്, ഇൻ ഹൗസ് സൂംബ ട്രെയിനിങ്, റെസ്റ്റോറന്റ്, പൂൾ, ക്യാമ്പ് ഫയർ, സൈറ്റ് സീയിങ് തുടങ്ങിയ എല്ലാ എന്റർടൈൻമെന്റ്സും സാൻവിക നമുക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഇവന്റ് ഓർ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിന് പറ്റിയ ഒരു ഇടമാണ് ഇടുക്കിയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇൻ. അപ്പൊ എങ്ങനെ അടുത്ത ട്രിപ്പ് സാൻവിക്കയിലോട്ട് പ്ലാൻ ചെയ്യല്ലേ? ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. പുതിയ ഭൂവിനിയോഗ ചട്ടത്തിലൂടെ സർക്കാർ ഇടുക്കിയിലെ ജനങ്ങളെ ചവിട്ടിത്താഴ്ത്തുകയാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി കട്ടപ്പനയിൽ നടത്തിയ സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂവിനിയോഗ ചട്ടത്തിലൂടെ ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഓണസമ്മാനം നൽകിയെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ ഹൈറേഞ്ച് ജനതയെ ഭരണകൂടം ചവിട്ടിത്താഴ്ത്തുകയാണ് ചെയ്തതെന്ന് സണ്ണി പൈമ്പിള്ളിൽ പറഞ്ഞു. മത സാമുദായിക സംഘടനകളെല്ലാം ഒഴിവാക്കുന്നു, രാഷ്ട്രീയ പാർട്ടികളുടെ കെട്ടിടങ്ങളെല്ലാം ഒഴിവാക്കുന്നു, കോളനൈസേഷന്റെ ഭാഗമായി വന്നിട്ടുള്ള ആളുകളെയെല്ലാം ഒഴിവാക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേക വിഭാഗം, കൂടുതൽ എതിർപ്പ് വരാവുന്ന വിഭാഗത്തെ എല്ലാം ഒന്ന് സാന്ത്വനിപ്പിക്കുന്ന രീതിയിൽ നിർത്തിക്കൊണ്ടാണ് സാധാരണ ജനങ്ങളിലേക്ക് ഈ ഒരു വലിയ പിഴ ചുമത്തൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ തന്നെ അവരുടെ സ്വത്തുവകകൾ കവർന്നെടുക്കുന്നതിനുള്ള കുടിലതന്ത്രങ്ങളാണ് ഇപ്പോഴത്തെ ഭൂവിനിയോഗ ചട്ടങ്ങളിലൂടെ നടപ്പിലാക്കുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ് പറഞ്ഞു. നോക്ക്, ഇങ്ങനെ തീരുമാനിക്കാൻ സർക്കാരിന് എന്ത് അധികാരം? നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന മൗലിക അവകാശങ്ങളില്ലേ? റൈറ്റ് ടു ലീവ്, റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു ഇക്വാളിറ്റി,
സമത്വത്തിന് വേണ്ടിയുള്ള അധികാരം, സമത്വത്തിന് വേണ്ടിയുള്ള എല്ലാവർക്കും നമുക്ക് തുല്യത കിട്ടണ്ടേ? അതുപോലെ നമുക്ക് എങ്ങനെയാണ് ഈ 3000 ഒരു ജീവനോപാധിയായി ഒരു സർക്കാർ തീരുമാനിക്കുക? വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 15-ന് സെക്രട്ടേറിയറ്റ് നടയിൽ സത്യാഗ്രഹ സമരം നടത്തും. സമരത്തിന് മുന്നോടിയായാണ് കട്ടപ്പന ഹിൽ ടൗൺ ഓഡിറ്റോറിയത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കട്ടപ്പന മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് PM ബേബി, ഡയസ് ജോസ്, നിയമവിദഗ്ധർ അഡ്വക്കേറ്റ് ജോമോൻ കെ ചാക്കോ, വിവിധ സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, കട്ടപ്പന. കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഇടുക്കിയിലെ കാർഷിക മേഖല കരകയറാൻ പുതിയ കൃഷിരീതികൾ പരീക്ഷിക്കുകയാണ്. ഏറെ വിപണി സാധ്യതയും ന്യായമായ വിലയും ലഭിക്കുന്ന റംബൂട്ടാൻ കൃഷിയും ഇടുക്കിയിൽ സജീവമാക്കിയിരിക്കുകയാണ് ഒരു കർഷകൻ. കൊന്നത്തടി പഞ്ചായത്തിലെ പൊന്മുടിയിൽ 3 ഏക്കർ വരുന്ന സ്ഥലത്തെ റബ്ബർ വെട്ടിനീക്കി റംബൂട്ടാൻ കൃഷി ചെയ്ത് വിജയിച്ചിരിക്കുകയാണ് താഴ്ത്തുവീട്ടിലെ ബാബു ജോസ്. വിലയിടിവും ഉൽപാദനക്കുറവും മൂലം നട്ടം തിരിയുന്ന ഇടുക്കിയിലെ കർഷകർ പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ പുതുവഴികൾ തേടുകയാണ്. വിപണി സാധ്യതയും ചിലവ് കുറഞ്ഞതുമായ പല കൃഷികളും ഇതിനോടകം ഇടുക്കിയിൽ എത്തിക്കഴിഞ്ഞു. അതിലൊന്നാണ് റംബൂട്ടാൻ. വീട്ടുമുറ്റത്തും മറ്റും 1-2 റംബൂട്ടാൻ നട്ടു വളർത്തുന്നവർ ഇടുക്കിയിലുണ്ടെങ്കിലും ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷി ഇറക്കിയിരിക്കുന്നവർ ചുരുക്കമാണ്. എന്നാൽ റംബൂട്ടാന്റെ വിപണി സാധ്യത കണ്ടെത്തി കൊന്നത്തടി പഞ്ചായത്തിലെ പൊന്മുടിയിൽ 3 ഏക്കറോളം സ്ഥലത്താണ് തൊടുപുഴ നാഗപ്പുഴ സ്വദേശിയായ ബാബു ജോസ് റംബൂട്ടാൻ കൃഷി ഇറക്കിയിരിക്കുന്നത്. 2019-ലാണ് കൃഷി ആരംഭിച്ചത്. 3 വർഷം പിന്നിട്ടതോടെ വിളവും ലഭിച്ചു തുടങ്ങി. ലോ റേഞ്ചിനെ അപേക്ഷിച്ച് വിളവിൽ കുറവുണ്ടെങ്കിലും നിലവിൽ ഒരു മരത്തിൽ നിന്നും 40 കിലോ വരെ വിളവ് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ വിളവെടുക്കാൻ തുടങ്ങിയിട്ട് 3-4 കൊല്ലമായി. ലോ റേഞ്ചിലെ അപേക്ഷിച്ച് അത്ര ആദായമില്ലെങ്കിലും റംബൂട്ടാൻ കൃഷി വലിയ കുഴപ്പമില്ലാണ്ട് ഇവിടെ നടക്കുന്നുണ്ട്. മറ്റ് ഏത് കൃഷി ആരംഭിച്ചാലും പരിപാലന ചിലവ് കൂടുതലാണ്. എന്നാൽ റംബൂട്ടാൻ കൃഷിക്ക് പരിപാലന ചിലവ് വളരെ കുറവാണ്. മാത്രവുമല്ല, മികച്ച വില ലഭിക്കുന്നതും റംബൂട്ടാൻ കൃഷി വിജയകരമായി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെന്നാണ് ബാബു ജോസിന്റെ അഭിപ്രായം. തികച്ചും ജൈവ രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ കൃഷി പരിപാലനവും. നമ്മൾ സൂഡോമോണസ്, ഡൈക്കോഡോർമ പോലെയുള്ള ജൈവ കീടമാർഗ്ഗങ്ങളാണ് കൂടുതലും അവലംബിക്കുന്നത്. നമ്മൾ മാക്സിമം കെമിക്കൽ വളങ്ങളും കെമിക്കൽ ഇതും പരമാവധി കുറച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഡക്ഷനിലൊരു കുറവുണ്ട്. പക്ഷെ നമുക്ക് മാക്സിമം ഓർഗാനിക്കായിട്ട് നമുക്ക് ജൈവ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. റംബൂട്ടാനൊപ്പം അവക്കാഡോ, കിലോ പേരയ്ക്ക, ഞാവൽ തുടങ്ങിയ പല വൃക്ഷങ്ങളും ബാബു ജോസ് നട്ടുപരിപാലിക്കുന്നുണ്ട്. ഫലവൃക്ഷങ്ങളുടെ കൃഷിയിൽ വിനോദസഞ്ചാരത്തിന്റെ സാധ്യത കൂടി പ്രയോജനപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ് ഇദ്ദേഹം. സിറ്റി വിഷൻ, കൊന്നത്തടി. മൂന്നാർ ആറോ ജംഗ്ഷനിലെ പാലം അറ്റകുറ്റപ്പണി നടത്തുന്നതിന് പരസ്പരം പഴിചാരി PWDയും ദേശീയപാത വിഭാഗവും. പാലം അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം AIYF സമരം സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് വിഷയം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ അറ്റകുറ്റപ്പണികൾ വൈകിയാൽ AIYF അത് ഏറ്റെടുത്ത് നടത്തി തങ്ങളുടെ പാലമെന്ന പ്രഖ്യാപനം നടത്തുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഒരു തവണ PWD അറ്റകുറ്റപ്പണി നടത്തിയ പാലം മഴയിൽ വീണ്ടും കുണ്ടും കുഴിയുമായി മാറിയതോടെയാണ് AIYF പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം പ്രവർത്തകർ മൂന്നാർ PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലെത്തി പ്രതിഷേധം നടത്തിയത്. പിന്നീട് PWD അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ പാലം ദേശീയപാത വിഭാഗത്തിൻ്റെതാണെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു. ഇതോടെ പ്രവർത്തകർ സമരം ശക്തമാക്കി. തുടർന്നാണ് സബ് കളക്ടർ ഓഫീസിൽ വെച്ച് വിഷയം ചർച്ച ചെയ്യാമെന്ന ഉറപ്പ് നൽകിയത്. എന്നാൽ അവിടെയും വിഷയം പരിഹരിച്ചില്ലെങ്കിൽ തങ്ങൾ നേരിട്ട് അറ്റകുറ്റപ്പണി നടത്തി AIYFന്റെ പാലമെന്ന പ്രഖ്യാപനം നടത്തുമെന്നാണ് നേതാക്കളുടെ നിലപാട്. അപ്പം இது NH போய் கேட்கல, இது BW சொல்லல NHங்கிற சொல்லி தான் அதை சொல்லிக்கிட்டு இருந்தாங்க. அப்பம் இன்னைக்கு BWனுடைய ரோட்ஸு அங்கே வந்துட்டு கேட்கல, இன்னைக்கு சொல்லியிருக்கிறது அது NHன்னு சொல்லியிருக்காங்க. அப்போ அதை நாளைக்கு சர்ச்சைக்கு SS கூப்பிட்டுருக்குறாங்க.
നിലവിൽ പാലത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴിയിൽ അപകടങ്ങളും പതിവാണെന്നാണ് നാട്ടുകാരുടെ പരാതി. വിഷയത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്ന ആവശ്യമാണ് യാത്രക്കാരും ഡ്രൈവർമാരും മുന്നോട്ട് വയ്ക്കുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പാർക്കിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ മുമ്പോട്ടു പോകുന്നതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ദേശീയപാതയോരത്ത് കൂമ്പൻപാറയിലാണ് പാർക്കിന്റെ നിർമ്മാണം നടത്താൻ പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മാതൃകയിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു. ഒഴിവ് സമയങ്ങൾ ചിലവഴിക്കാനും മാനസികോല്ലാസത്തിനുമായി അടിമാലി കേന്ദ്രീകരിച്ച പാർക്ക് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ഏറെ നാളുകളായി നിലനിൽക്കുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പാർക്കിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചത്. ദേശീയപാതയോരത്ത് കൂമ്പൻപാറയിലാണ് പാർക്കിന്റെ നിർമ്മാണം നടത്താൻ പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മാതൃകയിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും ഇതിനായി വേണ്ടുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു. ഏകദേശം നമ്മൾ കഴിഞ്ഞ 1-2 വർഷക്കാലമായി ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ലാഫിംഗ് പാർക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് പഞ്ചായത്ത് കിടക്കുകയാണ്. PPP മോഡൽ പദ്ധതി ഏറ്റെടുക്കുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയായി. എത്രയും പെട്ടെന്ന് ലാഫിംഗ് പാർക്കിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണ പ്രവർത്തനം. ദേശീയപാതയോരത്ത് പാർക്ക് യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ വിനോദസഞ്ചാരികളെ ഉൾപ്പെടെ ആകർഷിക്കാൻ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നു. ഈ പ്രദേശത്തെ പ്രകൃതി നിർമ്മിത ഗുഹയും മഴക്കാലത്ത് ഭംഗിയാർജിക്കുന്ന വെള്ളച്ചാട്ടവുമെല്ലാം പദ്ധതിയുടെ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പഞ്ചായത്തിന്റെ പ്രതീക്ഷ. സിറ്റി വിഷൻ, അടിമാലി. മൂന്നാറിൽ സെക്യൂരിറ്റി ജീവനക്കാരന്റെ കൊലപാതകം നടന്ന 2 ആഴ്ച പൂർത്തിയായിട്ടും പ്രതികളെക്കുറിച്ച് വിവരം ലഭിക്കാതായതോടെ കൃത്യത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തുന്നതിനായി മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച പോലീസ് പരിശോധന നടത്തി. കൊലപാതകം നടന്ന ചൊക്കനാട് ഫാക്ടറിക്ക് സമീപമുള്ള തേയിലക്കാടുകൾ, സമീപത്തെ പുഴകൾ, ഹെഡ് വർക്ക്സ് ഡാം എന്നിവിടങ്ങളിലാണ് ഇടുക്കിയിൽ നിന്നെത്തിയ സംഘം പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ലെന്നാണ് വിവരം. മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വന്നിരുന്ന കന്നിമല ഫാക്ടറി ഡിവിഷൻ സ്വദേശി രാജപാണ്ഡിയെ കഴിഞ്ഞ 22-നാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ ഭക്ഷണം പാകം ചെയ്യാനായി സെക്യൂരിറ്റി ക്യാമ്പിലേക്ക് പോയ രാജപാണ്ഡിയെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഏറെ സമയം കഴിഞ്ഞും ഇയാൾ തിരികെ എത്താതെ വന്നതോടെ മറ്റ് സെക്യൂരിറ്റി ജീവനക്കാർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് കെട്ടിടത്തിനുള്ളിൽ രാജപാണ്ഡിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ രാജപാണ്ഡിയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയതാണെന്ന് ബോധ്യപ്പെട്ടു. തലയിൽ 7ഉം കഴുത്തിൽ 2 വെട്ടുകളേറ്റിട്ടുണ്ടെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ നടത്തിയ കൊലപാതകമാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നതിനായി പ്രത്യേക സംഘത്തെയും ഇടുക്കി ജില്ലാ പോലീസ് മേധാവി നിയോഗിച്ചു. എന്നാൽ ദിവസങ്ങൾ പിന്നിടുമ്പോഴും കുറ്റവാളിയിലേക്ക് എത്തിച്ചേരാൻ പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലായിരുന്നു കൃത്യത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തുന്നതിനായി മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച പോലീസ് പരിശോധന നടത്തിയത്. കൊലപാതകം നടന്ന ചൊക്കനാട് ഫാക്ടറിക്ക് സമീപമുള്ള തേയിലക്കാടുകൾ, സമീപത്തെ പുഴകൾ, ഹെഡ് വർക്ക്സ് ഡാം എന്നിവിടങ്ങളിലാണ് ഇടുക്കിയിൽ നിന്നെത്തിയ സംഘം പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ലെന്നാണ് വിവരം. കൃത്യത്തിന് ശേഷം പ്രതികൾ ആയുധങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കാമെന്ന സംശയത്തിലായിരുന്നു പോലീസ് പരിശോധന നടത്തിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികളെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് 25,000 രൂപ പാരിതോഷികം, രഹസ്യവിവരം നൽകുന്നതിനായി ഇൻഫർമേഷൻ ബോക്സുകൾ സ്ഥാപിക്കൽ, 150-ലധികം പേരെ ചോദ്യം ചെയ്യൽ, 100-ലേറെ പേരുടെ ഫോൺ കോളുകളുടെ പരിശോധന എന്നിവയും പോലീസ് നടത്തിയിരുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര വന്യജീവി നിയമ ഭേദഗതിയുമായി സംസ്ഥാന സർക്കാർ. ബില്ല് നാളെ മന്ത്രിസഭ ചർച്ച ചെയ്യും. ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിന് കളക്ടർക്ക് ശുപാർശ ചെയ്യുന്നതിനടക്കം ലക്ഷ്യമിട്ട നിയമസഭാ ഭേദഗതി. CPI സംസ്ഥാന കൗൺസിൽ ഇടുക്കിയിൽ നിന്നും 6 പേർ. CU ജോയ്, VR ശശി എന്നിവർ പുതുതായി സംസ്ഥാന കൗൺസിലിൽ. മുതിർന്ന നേതാവ് KK ശിവരാമനെ സംസ്ഥാന കൗൺസിലിൽ നിന്നും ഒഴിവാക്കി.
ജില്ലയിൽ എക്സൈസ് വകുപ്പ് നടത്തിയ ഓണം സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിൽ രജിസ്റ്റർ ചെയ്തത് 158 NDPS കേസുകൾ, 135 അബ്കാരി കേസുകൾ, 9.728 കിലോഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. KECB രാജകുമാരി സബ്സ്റ്റേഷൻ പദ്ധതിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റി. പ്രതിഷേധം രാജകുമാരിയിലെ KECB ഓഫീസിന്റെ നിർമ്മാണം ആരംഭിക്കാത്തതിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.